യെസ്, മാറാത്തത് മാറും എന്നുള്ളതാണ് പ്രവിധ ഈ തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തുന്ന മുദ്രാവാക്യമുള്ളത്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി എല്ലാ പ്രായഭേദമന്യേ എല്ലാ ആളുകളും ഉണ്ട്. യുവാക്കൾ മാത്രമല്ല, BJP പ്രവർത്തകരായി പല ഈ ഒരു തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല സമീപത്തെ ജില്ലകളിൽ നിന്നെല്ലാം വന്നിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കർശനമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൂടുതലായിട്ട് ജനങ്ങൾ അത്തരം ഒരു തള്ളിക്കയറ്റത്തിന് ഇവിടെ സാധ്യത ഉണ്ടായിരുന്നില്ല. അത് ഈ സുരക്ഷയുടെ ഭാഗം കൂടിയായിട്ടാണ്. കാരണം അങ്ങോട്ടേക്ക് അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. ഒപ്പം ഈ സ്വരാജ് റൗണ്ടിന്റെ ഒരു ഭാഗത്തേക്ക് മാത്രമായിരുന്നു പ്രവേശനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ റോഡ് ഷോ അവസാനിച്ചിരിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ ഇളക്കി മറിച്ചുകൊണ്ട് തൃശ്ശൂരിൽ മറ്റൊരു ചരിത്രം ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷ പ്രവർത്തകർക്ക് നൽകിക്കൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് അത് വികസനത്തിന് വേണ്ടിയായിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് നൽകിക്കൊണ്ടാണ് മോദി ഇപ്പോൾ കടന്നു പോകുന്നത്. അദ്ദേഹം ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി തന്നെ ഡൽഹിയിലേക്ക് മടങ്ങും. പക്ഷേ ഈ ഒരു വരവോട് കൂടി തന്നെ അത് ഈ ക്യാമ്പിനെ സംബന്ധിച്ചൊരു ഉണർവുണ്ടാക്കുക എന്നുള്ളതാണ്, BJP ക്യാമ്പിനെ സംബന്ധിച്ചൊരു ഉണർവുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കാരണം പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പടലപ്പിണക്കങ്ങൾ ഉണ്ടാവുന്നു. അത് മേൽത്തട്ടിൽ നിന്നും പുറത്തേക്ക് അധികം വന്നില്ല എങ്കിൽ പോലും ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റ് അനുവദിച്ചതിനെ ചൊല്ലി അല്ലെങ്കിൽ അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളത് ചൊല്ലി ഇപ്പോൾ തൃപ്പൂണിത്തറയിലെ A ക്ലാസ് മണ്ഡലത്തിൽ അവർ 2020 നൽകിയതിനെ ചൊല്ലിയൊക്കെ ഉണ്ടാവുന്ന ചില പടലപ്പിണക്കങ്ങൾ അത് താഴേക്കിടയിൽ ഏതെങ്കിലും രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ജില്ലയിലേക്ക് തൃശ്ശൂരിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ അവിടെ NDAയുടെ പ്രധാനമായിട്ടുള്ള എല്ലാ നേതാക്കളും വരുന്നു. അവരെല്ലാം തന്നെ മോദിയുമായി സംസാരിക്കുന്നു. അങ്ങനെ ആ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ NDAയുടെ ഒരു ശക്തിപ്പെടുത്തലായി മാറ്റാൻ കൂടി അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് എക്കാലത്തെയും ഒരു സ്റ്റാർ ക്യാമ്പയിനർ നരേന്ദ്രമോദി എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പ്രധാനമന്ത്രി എന്നുള്ളതിന് അപ്പുറത്തേക്ക് അവരുടെ ഏറ്റവും വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം BJPക്കാർക്ക് നരേന്ദ്രമോദിയായിട്ട് എക്കാലത്തുമുണ്ട്. അത് ഈ തൃശ്ശൂരിലും പ്രതിഫലിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം നൽകിയിട്ടുള്ള ഉറപ്പുകൾ മോദി ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അത് ആളുകൾ വിശ്വസിക്കുകയും അദ്ദേഹത്തിന് അത് സുരേഷ് ഗോപിയിലൂടെ തിരിച്ചു നൽകി എന്നുള്ളതും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ഇപ്പോൾ വീണ്ടും അതേ സ്ഥലത്ത് അതേ സ്വരാജ് റൗണ്ടിൽ വീണ്ടും ഒരു റോഡ് ഷോ നടന്നിരിക്കുന്നു. ഇപ്രാവശ്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യുവാക്കൾക്ക് വേണ്ടി, യുവാക്കൾ കേരളം വിടുന്നു, ഇവിടെ ഒരു ജോലി സാധ്യതയുടെ കുറവുകളായിരുന്നു, 10 വർഷം കൊണ്ട് ഒരു തരത്തിലുള്ള വികസനവും കേരളത്തിൽ നടന്നിട്ടുള്ള, വർഗീയത പറയുന്നു, LDFും UDFും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്, ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് BJP മാത്രമാണ്, അതിനാണ് ഒരു വോട്ട് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ഭരണം വരികയാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും കാലം LDFും UDFും നടത്തിയിട്ടുള്ള അഴിമതികളിലെല്ലാം തന്നെ അന്വേഷണം ഉണ്ടായിരിക്കും. മഹിളകളെ പോലും ഉപദ്രവിക്കുന്ന സർക്കാരും രാഷ്ട്രീയ നേതാക്കളും LDFിലും UDFിലും കേരളത്തിലുണ്ട് എന്നുള്ളതടക്കം പറഞ്ഞു വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വിമർശനം ഇരു മുന്നണികൾക്കെതിരെയും തൊടുത്തുകൊണ്ടുള്ള ഒരു പ്രസംഗം. ഒപ്പം തന്നെ വികസനത്തിന്റെ മറുവാക്കായി BJP മാറുമെന്നുള്ള ഉറപ്പും മോദി ഗ്യാരണ്ടിയിലൂടെ ഒരുപക്ഷെ ഇന്ദിര ഗ്യാരണ്ടിക്ക് അപ്പുറമായി മോദി ഗ്യാരണ്ടി വെച്ചുകൊണ്ട് തന്നെയാണ് ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇതിൽ എങ്ങനെയായിരിക്കും ഇനി പാലക്കാടിന്റെ ഒരു ഇമ്പാക്ട്, തൃശ്ശൂരിന്റെ ഒരു ഇമ്പാക്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആകാംക്ഷയോടെ കൂടി കാണേണ്ടത്. പക്ഷെ അതൊരു കടുത്ത ത്രികോണ മത്സരത്തിലേക്ക് മാറുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഷഫീദൊക്കെ കഴിഞ്ഞതിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു 1000-2000 വോട്ടിന്റെ വ്യത്യാസത്തിൽ ഓരോ സ്ഥാനാർത്ഥികളും തമ്മിൽ അത്ര ഇഞ്ചോടിഞ്ച് പോരാട്ടം അവസാനത്തെ വോട്ടും എണ്ണുന്നത് വരെ നിലനിന്നിരുന്ന മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ഇറങ്ങുകയും ഇവരുടെയൊക്കെ തന്നെ ആത്മവിശ്വാസവും ഉണർവും കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 10 ദിവസങ്ങൾ അത് ചെറുതല്ലാത്ത ദിവസങ്ങളാണ്. ആ 10 ദിവസത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി വരുന്നു, നരേന്ദ്രമോദി വീണ്ടും കോട്ടയത്തേക്ക് വരുന്നു, തിരുവനന്തപുരത്തേക്ക് വരുന്നു. അങ്ങനെ നെക്കായി നടക്കുന്ന ഓരോ മണ്ഡലങ്ങളിലും ഈ പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനേഴ്സ് എത്തുന്നു, നരേന്ദ്രമോദി എത്തുന്നു എന്നൊക്കെയുള്ളത് വലിയ ആത്മവിശ്വാസത്തിന്റെയും ഉണർവിന്റെയും ഒക്കെ ഒരു കാര്യമായി മാറുകയാണ്. അത് എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നു, ജനങ്ങൾ അത് എത്രത്തോളം വിശ്വസിക്കുന്നു, എത്രത്തോളം അവർ വോട്ടിലൂടെ അത് തിരിച്ചു നൽകുന്നു എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 9 എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായൊരു ദിവസമായിരിക്കും. സംഘടിപ്പ് ഓരോ മുന്നണികളെ സംബന്ധിച്ചും കൂട്ടുന്ന ഒന്നായിരിക്കും. അതിൽ BJP ഏറ്റവും A ക്ലാസ് മണ്ഡലമായി കരുതുന്ന തൃശ്ശൂരും ഒപ്പം തന്നെ പാലക്കാടും ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. 3 പ്രധാനമായിട്ടുള്ള സ്ഥാനാർത്ഥികളായി അദ്ദേഹത്തിന് വണ്ടിയിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതിനു മുൻപ് BJPയുടെ MP ആയി വിജയിച്ച് കയറിയ സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി നൽകിയിട്ടുള്ള അല്ലെങ്കിൽ സുരേഷ് ഗോപിയാണ് ഒരു മാതൃക എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് മറ്റ് 3 സ്ഥാനാർത്ഥികളെ കൂടി നിങ്ങൾ വിജയിപ്പിക്കണം എന്നുള്ളത് പറയാതെ ഈ റോഡ് ഷോ കടന്നു പോകുന്നത്. അങ്ങനെ ഈ 900 മീറ്റർ നടന്നിട്ടുള്ള തൃശ്ശൂരിനെ ഇളക്കി മറിച്ചുകൊണ്ട് സ്വരാജ് റൗണ്ടിലൂടെയുള്ള റോഡ് ഷോ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥികളുമായുള്ള കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ച ശേഷം അദ്ദേഹം മടങ്ങുകയും ചെയ്യും. ഇനി 4-ാം തീയതി വീണ്ടും ആ ഒരു അവസാന ലാപ്പിലേക്ക് വീണ്ടും നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരും വരുന്നുണ്ട്. അങ്ങനെ ഈ ഡീൽ വിവാദം അങ്ങനെ പല വിധങ്ങൾ BJP CPM-മായി ചേരുന്നു, അല്ലെങ്കിൽ CPM-ഉം UDF-ഉം തമ്മിലാണെന്ന് BJP ആരോപിക്കുന്നു. ഡീൽ വിവാദം അത്രയും ശക്തമായി തന്നെ കേരളത്തിലെ പല മുന്നണികളും ഉന്നയിക്കുമ്പോൾ അതിൽ ദേശീയ നേതാക്കൾ നരേന്ദ്രമോദി കൂടി അതിലൊരു ഭാഗമാകുന്നു. ആ ഒരു കാര്യത്തിലേക്ക്, ആ ചർച്ചയിലേക്ക് അദ്ദേഹം കൂടി വരികയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അതിൽ തീപിടിക്കും എന്നുള്ളതും അത് കത്തിക്കയറും എന്നുള്ളതും തീർച്ചയാണ്. അത്തരമൊരു പ്രസംഗം പാലക്കാട് നിർത്തിക്കൊണ്ട് അദ്ദേഹം
ഇപ്പോൾ ഈ തൃശ്ശൂരിൽ നടത്തിയ റോഡ് ഷോയും അവസാനിച്ചിരിക്കുകയാണ്. പ്രവിത, പറഞ്ഞതുപോലെ തന്നെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.